വിനായകന്റെ തെറിവിളിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ. വിനായകന്റെ ഒരു പ്രശസ്തമായൊരു പാട്ടുണ്ടല്ലോ, കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കാണും കായൽക്കരയും നമ്മുടേതുമല്ലൻ മകനെ, ഇലവക്കി പരുന്തുകൾ കുഴിയാനകൾ കാട്ടുരുവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് ആ പാട്ട്. ഏതായാലും പച്ച തെറിയാണ്. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെയാണ്? അതിന് കേട്ടാൽ അറക്കുന്ന, നമുക്കൊന്നും സഹിക്കാൻ കഴിയാവുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഭാഷ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിന് മറുപടി നൽകിയത്. അപ്പോൾ ചോദ്യകർത്താവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെ എന്നുള്ളതാണ്. അദ്ദേഹം പ്രതികരിച്ചില്ല ആസിഫ് അലി വിഷയത്തിൽ. അങ്ങനെ നമ്മൾ കരുതണ്ട. എല്ലാ വിഷയത്തിലും ജനുവിനായ വിഷയങ്ങളാണെങ്കിൽ പോലും എല്ലാവരും പ്രതികരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ വിനായകൻ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രതികരിച്ചില്ല എന്ന് വേവലാതിപ്പെടുന്ന ആളുകൾ, ഇപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്താണ് ഒരു സംയുക്ത പ്രസ്താവനയൊന്നും വരാഞ്ഞത്. വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ ഇത്തരം വിഷയങ്ങളിൽ ഒരു സംസ്കാരമില്ലാത്ത രീതിയിൽ പലപ്പോഴായിട്ട് പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും നമ്മൾ വളരെ മനപ്രയാസത്തോടു കൂടിയാണ് കേരള സമൂഹം അതിനെ നോക്കി കണ്ടിട്ടുള്ളത്. നമ്മളവനെ ന്യായീകരിക്കാൻ നിന്നിട്ടില്ല. അത് ആ രീതിയിലുള്ള ഒരു പെരുമാറ്റ ദൂഷ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ വേറെ കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മളെ രാജ്യത്ത് ഒരുപാട് തല്ലിക്കൊലകൾ നടക്കുന്നുണ്ട്. ഇമാമുമാരെ, പള്ളി ഇമാമുമാരെ തല്ലിക്കൊല്ലുന്ന വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ കോലാപൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു മസ്ജിദ് അതിക്രമിച്ച് കയറി അവിടെ ഖുർആനൊക്കെ നശിപ്പിച്ച് ആ രീതിയിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വർഗീയവാദികളായ പതാക നാട്ടുന്ന ആ രീതിയിലൊക്കെ ഉള്ള വാർത്തകളും വീഡിയോകളൊക്കെ കണ്ടു. വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, ആശങ്ക ജനിപ്പിക്കുന്ന. ഇപ്പോൾ എത്രയോ മുസ്ലിം സംഘടനകളുണ്ട് ഇവിടെ. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം സംഘടനകൾ കൂട്ടായ ഒരു പ്രസ്താവന നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു പ്രതികരണം ഈ വിനായകനോട് ചോദിച്ച അതേ ചോദ്യം ഇവിടെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ചോദിച്ചാൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക്. ഇപ്പം ഈ കമൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കി, നീ എൻ്റെ പണി എന്താ വെച്ചാൽ നോക്കുന്ന പറയാം. അത് സംഘടനയാണ്. വിനായകൻ്റെ പ്രതികരണം പച്ചത്തെറിയാണെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിലാണ് ഇതിന് പ്രതികരണം വരിക. കാരണം ഇത് സംഘടനയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര സംഘടനകളുണ്ട്. അതായത് സ്വന്തം സഹപ്രവർത്തകൻ ആസിഫ് അലിക്കൊരു വിഷയമുണ്ടായപ്പോൾ എല്ലാ ആളുകളും പ്രതികരിച്ചു. അതിൽ പ്രതികരിക്കാത്ത ആളുകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രതികരിക്കാത്തത്. അതിന് വിനായകൻ എന്ന് പറയുന്ന നടൻ പലപ്പോഴായിട്ട് ആ രീതിയിൽ തന്നെ സംസ്കാരമില്ലാത്ത രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വിഷയത്തിൽ വരെ അയാൾ നടത്തിയത് വളരെ വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. ഏതായാലും അങ്ങനത്തെ ആൾ ആ രീതിയിൽ പ്രതികരണം നടത്തി. ഇനി ഈ വിഷയം ഇപ്പം യാസിർ പൂക്കോട്ടുംപാടം ഇത് തുറന്നു ചോദിക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ വന്നിട്ട് അതിപ്പോൾ ഞങ്ങളെ സംഘടനയും കൂടിയാണല്ലോ പറഞ്ഞത് എന്നുള്ള ഒരൊറ്റ കുടുസായ മനസ്സോടുകൂടി അവിടെ തല്ലിക്കൊല നടന്നതിനെ അവർ മറക്കും. പള്ളിയിൽ അതിക്രമിച്ച് കയറിയതിനെ വിഷയമല്ല, അതിനെതിരെ ഒരു സംയുക്തമായിട്ട് ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ജനാധിപത്യ രീതിയിലൊരു പ്രതികരണം നടത്താൻ എന്താണ് ആരും തയ്യാറാവാത്തത് എന്ന് ഞാൻ ചോദിച്ചാൽ ഇന്നിക്കുള്ള പ്രതികരണം ആ രീതിയിലേക്കാരം സംഘടനാ കുടുസ് മനോഭാവത്തോടു കൂടി. അപ്പോൾ വിനായകൻ ആ സ്വഭാവ ദൂഷ്യത്തിലൂടെ പറഞ്ഞു. ഇനി ഇത്തരത്തിൽ പറഞ്ഞാൽ സംഘടനൻ്റെ ആളുകൾ വന്നിട്ട് ആ സംഘടന സങ്കുചിതത്തോടു കൂടി പറയും. ഇനിയിപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നല്ല അടിപൊളി പ്രസംഗങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ പ്രസംഗങ്ങളിൽ വരേണ്ട ചില സംഗതികൾ വരാത്തതിനെ നമ്മൾ സൂചിപ്പിച്ചു. ഈ പറഞ്ഞതുപോലെ 7 or 8 വരുന്ന ആളുകളെ നിരന്തരമായി ഈ രീതിയിൽ ലിഞ്ചിങ്, തല്ലിക്കൊലകളും മറ്റുമൊക്കെ നടത്തിയ സാഹചര്യത്തെ അദ്ദേഹം പറഞ്ഞില്ല. മാത്രമല്ല അഗ്നിവീറിൻ്റെ ആ വീട്ടിലേക്ക് ചെന്ന ആ ഒരു സാഹചര്യത്തെ പറഞ്ഞു. ഇപ്പോൾ ഇതാ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് ഈ പറഞ്ഞ തകർത്ത പള്ളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ലിഞ്ചിങ്ങിനിരയായ ആരോ ആയിക്കോട്ടെ, ഇത് മതപരമായ സംഗതിയിൽ പറയുന്ന ഒന്നല്ല. അത്തരം അനീതി ഇവിടെ നടമാടുമ്പോൾ അതിനെ തരംതിരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാകുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മളതിനെ
ആ രീതിയിൽ ഉണർത്തുമ്പോൾ, ഗുണകാംക്ഷയോടുകൂടി ഉണർത്തുമ്പോൾ പോലും ഇനി കോൺഗ്രസ്സുകാരൻ വന്നിട്ട് എന്താ പറയുക, ഇതെൻ്റെ പണി എന്താ വെച്ചാൽ നോക്ക്, ഞങ്ങളെ രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ പ്രതികരിക്കുന്നു. അപ്പോൾ വിനായകൻ, അതേപോലെ തന്നെ സംഘടന, അതേപോലെ തന്നെ രാഷ്ട്രീയം, ഈ രീതിയിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ഗതികേടാണ് കൂട്ടരെ, ഇതൊരു ഗതികേടാണ്. തനിക്ക് പറ്റുമ്പോൾ പോലും ആരും തനിക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടാവാത്ത രീതിയിലേക്കുള്ള മൗനമായിട്ട് അത്തരം കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? എല്ലാ ആളുകളും എല്ലാ വിഷയത്തിലും പ്രതികരിക്കുമെന്നുള്ള ഒരു പൂതി മാത്രമാണത്. ആ പൂതി നടക്കണമെന്നില്ല, ആഗ്രഹം അത് നടക്കണമെന്നില്ല. അങ്ങനെ ആയി മാറിയിരിക്കുന്നു. ഇവിടെ ഒരു അനീതി ഉണ്ടായിട്ടുണ്ട്, ആ അനീതി എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് സ്വന്തം ഇരിപ്പിടവും അതേപോലെ തന്നെ സ്വന്തം മേഖലയും സ്വന്തം വയറുമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതല്ലേ അതിൻ്റെ സത്യം? നിങ്ങളിതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സംഘടനകളോട് ഭയങ്കര വെറുപ്പാണെന്നില്ല കേട്ടോ. എനിക്ക് എല്ലാ സംഘടനകളോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാ ആളുകളോടും, ഒരാളോടും എനിക്ക് വെറുപ്പില്ല. എന്നോട് സംസാരിച്ച ഏത് സംഘടനയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, എന്നോട് സംസാരിച്ച ആളുകളോടൊന്നും ഞാൻ ഇന്ന് വരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഞാൻ എൻ്റെ ആശയങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. തെറിവിളിൻ്റെ ആവശ്യമല്ലേ നമുക്ക്. ഗുണകാംക്ഷയോടുകൂടി മാത്രം പറയാം, ഉള്ളത് പറയാണ്, തുറന്ന് പറയാം. അതിന് കുറ്റമില്ല, ഓപ്പണായിട്ടല്ലേ പറയണത്. നടമാടിയ സംഭവ വികാസങ്ങളിൽ മൗനമായി നിൽക്കുന്നത് കാണുമ്പോൾ അത് ഉണർത്തുകയാണ് കൂട്ടരെ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ പ്രതികരണങ്ങൾ എല്ലാവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ ഇന്ന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിനായകനോട് പ്രതികരിക്കാൻ പറയുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടുകൊണ്ട് പ്രകോപിതരാകുന്ന ആളുകളും ഒന്ന് ചിന്തിക്കുക. മറ്റു വിഷയങ്ങളിലും പല വിഷയങ്ങളിലും പലരും മൗനമാണ് എന്നുള്ള വസ്തുത മറക്കരുത് എന്നുള്ളതാണ് ഈ ഉള്ളവൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരം. നന്ദി.